ജില്ലയിൽ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ വിവിധ വാഹന അപകടങ്ങളിലായി ജീവൻ പൊലിഞ്ഞത് 21 പേർക്ക്. ഇരുചക്ര വാഹന യാത്രികരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. ഏപ്രിൽ 1 മുതൽ 17 വരെ ഉണ്ടായ അപകടങ്ങളിൽ മരിച്ചവർ ഏറെയും ചെറുപ്പക്കാരാണ്. ചെറുതും വലുതുമായ 50ഓളം അപകടങ്ങൾ 3 ആഴ്ചയ്ക്കിടെ ഉണ്ടായിട്ടുണ്ട്. നിയന്ത്രണം വിട്ട വാഹനങ്ങൾ വൈദ്യുതി പോസ്റ്റിലും ഡിവൈഡറിലും ഇടിച്ചാണ് പല അപകടങ്ങളും ഉണ്ടായത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നതും അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടങ്ങൾക്ക് ഇടയാകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ റോഡ് എഞ്ചിനീയറിംഗിലുള്ള പ്രോബ്ലംസും റോഡ് മാർക്കിങ്സ് ശരിയല്ലാതെ ഇരിക്കുന്നതും പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് റോഡുകളിലില്ലാത്തതും ഒക്കെ ഒരു കാരണങ്ങളാണ്. മറ്റുള്ള ആളുകൾക്ക് അപകടമില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുന്നതിലാണ്, അതായത് ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് ഇടയായിട്ട് ആരും അങ്ങനെ ചെയ്ത് കാണുന്നില്ല. അതാണ് ഈ അപകടങ്ങൾ കൂടാനായിട്ട് ഒരു കാരണമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഈ അപകടങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ മദ്യപിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ വണ്ടി പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൻ്റെ മദ്യത്തിൻ്റെ മണം നമുക്ക് കിട്ടും. പക്ഷേ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും നമുക്കത് സ്മെല്ലിൽ കൂടെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അവരെ വിശദമായ മെഡിക്കൽ പരിശോധന തന്നെ നടത്തേണ്ട സാഹചര്യം ഉണ്ട്. പിന്നെ രാത്രികാല അപകടങ്ങളിൽ ഇപ്പോൾ പല വാഹനങ്ങളിലും മഞ്ഞ നിറത്തിലുള്ള ലൈറ്റുകൾ പിടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫോഗ് ലാമ്പുകൾ ടൂറിസ്റ്റ് വാഹനങ്ങളിലും സ്വകാര്യ കാറുകളിലും ഇപ്പോൾ സ്കൂട്ടറിലടക്കം മഞ്ഞ ലൈറ്റ് ഘടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് ഓരോ ലൈറ്റിനും 5000 രൂപ വെച്ചിട്ടാണ് ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അത് കണ്ടമാനം വാഹനങ്ങളിലുണ്ട്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കുട്ടികൾ റോഡിലോ റോഡരികിലോ കളിക്കുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് യാതൊരു കാരണവശാലും വാഹനങ്ങൾ നൽകരുത്. ബൈക്കുകളിലുള്ള ദൂരയാത്രക്കാർ പ്രത്യേകിച്ച് ഗ്രൂപ്പായുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. വിനോദയാത്രകൾ കൃത്യമായി റൂട്ട് പ്ലാനിംഗ് കൊണ്ട് സമയമെടുത്ത് മാത്രം നടത്തുക. രാത്രി 11 മുതൽ പുലർച്ചെ 5 വരെയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. അനിവാര്യമായ സാഹചര്യങ്ങളിൽ രാത്രി ഡ്രൈവിംഗിൽ പരിചയമുള്ളവരെ മാത്രം നിയോഗിക്കുക. ഇവർക്ക് പകൽ സമയം കൃത്യമായി വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്തുക. ഇരുചക്ര വാഹന യാത്രക്കാർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കുക. കാർ യാത്രികർ സീറ്റ് ബെൽറ്റ് ധരിക്കുക. റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുള്ളത്. TCV ന്യൂസ്